കേരളത്തിൽ BSc നഴ്സിംഗ് കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? കീം എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ? ധാരാളം വിദ്യാർത്ഥികളുടെ ഡൗട്ടാണ്. നമുക്കറിയാം, ഇന്ത്യ മുഴുവനുള്ള BSc നഴ്സിംഗ് കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ പല രീതിയിലുള്ള എൻട്രൻസ് പരീക്ഷകൾ വിദ്യാർത്ഥികൾ എഴുതേണ്ടത് ആവശ്യമുണ്ട്. പക്ഷേ കേരളത്തിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കാൻ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. മുൻ വർഷങ്ങളിലെ പോലെ തന്നെയാണ് BSc നഴ്സിംഗിൻ്റെ കേരളത്തിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങുകൾ നടക്കുക എങ്കിൽ വിദ്യാർത്ഥികൾ കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. +2 എക്സാമിനേഷൻ്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് LBSൻ്റെ വെബ്സൈറ്റ് വഴിയാണ് BSc നഴ്സിംഗിന് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുക. നീറ്റ് എക്സാമിനേഷൻ എഴുതണ്ട, കീം എക്സാമിനേഷൻ ആപ്ലിക്കേഷനും സബ്മിറ്റ് ചെയ്യേണ്ട. ഇപ്രാവശ്യം ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. കാരണം മെഡിക്കൽ കൗൺസിൽ പല പ്രാവശ്യമായി കേരളത്തോട് പറഞ്ഞിട്ടുണ്ട്, എൻട്രൻസ് എക്സാമിനേഷൻ നടത്തി വേണം BSc നഴ്സിംഗിന് ഒരു അഡ്മിഷൻ നടത്തുവാൻ. നീറ്റ് എക്സാമിനേഷൻ്റെ മാർക്ക് വെച്ചിട്ടോ കീമിൻ്റെ പരീക്ഷയോടൊപ്പം ഒരു ബയോളജി എക്സാമിനേഷൻ്റെ, കീമിൻ്റെ ഫാർമസി കോഴ്സുകളുടെ അഡ്മിഷന് ഫിസിക്സ് കെമിസ്ട്രി എക്സാമിനേഷനോടൊപ്പം ഒരു ബയോളജി എക്സാമിനേഷനും കൂടെ നടത്തിയിട്ടോ നഴ്സിംഗ് കോഴ്സിന് അഡ്മിഷൻ കേരള എൻട്രൻസ് കമ്മീഷന് നടത്താവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്കിലും ഇതുവരെ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ്റെ കാര്യത്തെക്കുറിച്ച് ഫൈനൽ അലോട്ട്മെൻറ്റ് വന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷത്തെ പോലെ LBS ത്രൂ +2വിൻ്റെ മാർക്ക് അനുസരിച്ചിട്ടായിരിക്കും BSc നഴ്സിംഗിൻ്റെ അഡ്മിഷൻ എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ കരുതാൻ സാധിക്കുക. അതുകൊണ്ട് കേരളത്തിലൊരു BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാൻ ഇപ്പോൾ വരെ നാം മനസ്സിലാക്കേണ്ടത്, കീമിന് ആപ്ലിക്കേഷൻ കൊടുക്കുകയോ നീറ്റ് എക്സാമിനേഷൻ എഴുതുകയോ വേറെ എൻട്രൻസ് എക്സാമിനേഷനോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് BSc നഴ്സിംഗിന് അപ്ലൈ ചെയ്യാം. എൻട്രൻസിൻ്റെ ഒരു പുതിയ ന്യൂസും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.